മനസ്സിലാവുക. ബ്രേക്കിംഗ്, ഇന്നത്തെ മൂന്നാമത്തെ ബ്രേക്കിംഗിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കൊപ്പം അഷ്കർ അലി കരിമ്പയാണ് ഉള്ളത്. ബ്രേക്കിംഗ് അലാറവുമായി ഇന്നത്തെ അടുത്ത ബ്രേക്കിംഗിലേക്ക് നമ്മൾ കടക്കുകയാണ്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ മുസ്ലിം ലീഗ് എന്തോ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. നമുക്ക് അഷ്കറിനോട് തന്നെ ചോദിച്ചു നോക്കാം. അഷ്കർ, ഗുഡ് മോർണിംഗ്. അഷ്കർ, എന്താണ് മുണ്ടക്കൈ ചൂരൽമലയുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗ് എന്തോ തീരുമാനമെടുത്തു എന്ന് കേട്ടു? അരുൺ, ഗുഡ് മോർണിംഗ്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ലീഗ് ചില അതൃപ്തികൾ പ്രകടിപ്പിച്ചിരുന്നു. പുനരധിവാസ പദ്ധതിയുമായി ലീഗ് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനൊക്കെ തീരുമാനമെടുക്കുകയും ചെയ്തതാണ്. പിന്നീട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് വെച്ച് ചേർന്ന യോഗത്തിൽ വീടുകളൊക്കെ സ്പോൺസർ ചെയ്ത് എല്ലാവരും വിളിച്ചു ചേർക്കുകയും അങ്ങനെ സർക്കാർ പദ്ധതിയുമായി ഒന്നിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ലീഗ് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതാണ് നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും. ഭവന നിർമ്മാണ പദ്ധതികൾ ത്വരിതപ്പെടുത്താൻ ലീഗ് നേതൃത്വം തീരുമാനിച്ചു എന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഔദ്യോഗികമായ പത്രക്കുറിപ്പ് ഇറക്കിയതെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് സർക്കാരിനെ കൂട്ടാതെ തന്നെ ഒറ്റയ്ക്ക് പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അതിന് സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ തന്നെ അത്തരമൊരു തീരുമാനത്തിലെത്താൻ ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഒന്നാമത്തേത്, നിലവിൽ വീടിന് വേണ്ടി സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന നിരക്ക് അത് അധികമാണ് എന്നുള്ളതാണ് ലീഗ് സംസ്ഥാന ഭാരവാഹി യോഗത്തിലെ വിലയിരുത്തൽ. ഒരു സ്ക്വയർ ഫീറ്റിന് 1000 രൂപ നിരക്കിൽ 30 ലക്ഷം രൂപയാണ് 1000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടിന് വേണ്ടി സർക്കാർ കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ നിലവിലെ വിപണി നിരക്ക് അനുസരിച്ച് അത് അമിതമായ തുകയാണ് എന്ന് ലീഗ് യോഗം വിലയിരുത്തുന്നു. രണ്ടാമത്തെ കാര്യം, നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന കാലാവധിക്കനുസരിച്ച് സമയബന്ധിതമായി ആ പ്രവൃത്തി പൂർത്തിയാക്കാൻ സർക്കാരിന് സാധിക്കില്ല എന്ന് തന്നെയാണ് ലീഗ് കണക്കൂട്ടുന്നത്. നിലവിൽ തന്നെ അതിന് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോടതി കയറി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ കോടതിയുടെ ഉത്തരവുകൾ മറ്റു വരുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അതിന് ഭൂമി ഏറ്റെടുക്കലടക്കം കാലതാമസം ഉണ്ടാകും. രണ്ടാമത്തേത്, നിലവിൽ പദ്ധതി നൽകിയിരിക്കുന്ന കമ്പനി അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ റെഗുലേറ്ററി പോളിസി അനുസരിച്ച് കൊണ്ടുപോലും ഇത് മുന്നോട്ട് കൊണ്ടുപോയി തീർക്കാൻ സർക്കാർ നിലവിൽ നിശ്ചയിച്ച കാലാവധി കൊണ്ട് സർക്കാർ സാധിക്കില്ല എന്ന് തന്നെയാണ് ലീഗ് വിലയിരുത്തുന്നത്. അത്തരത്തിൽ ഈ മാനദണ്ഡങ്ങളുള്ള അതൃപ്തിയും വിലനിർക്കലും കാലാവധിയിലുമൊക്കെയുള്ള അതൃപ്തി കൊണ്ടുമാണ് മുസ്ലിം ലീഗ് സർക്കാരിനെ കൂട്ടാതെ തന്നെ ഒറ്റയ്ക്ക് വയനാട് പുനരധിവാസ പദ്ധതിയുമായി അഥവാ ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ വൈകാതെ സർക്കാരിനെ നേരിട്ട് കാണാനാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു സംശയം, ഇപ്പോൾ നിലവിൽ സംസ്ഥാന സർക്കാർ 2 ടൗൺഷിപ്പുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒന്ന് നെടുമ്പാല എസ്റ്റേറ്റ് മേപ്പാടിയിൽ, മറ്റൊന്ന് കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റ്. ഈ 2 എസ്റ്റേറ്റിനും അല്ലാതെ ഇനി മുസ്ലിം ലീഗിന് സ്ഥലം കണ്ടെത്തേണ്ടി വരില്ലേ? ആ സ്ഥലത്ത് ഒരു പുതിയ ടൗൺഷിപ്പ് എന്ന രീതിയിലായിരിക്കും ഈ 100 വീടുകൾ വരിക. അരുൺ, ആദ്യഘട്ടത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത് തങ്ങളുടെ അതൃപ്തിയും ഈ മാനദണ്ഡങ്ങളിലെ പ്രശ്നങ്ങളുമൊക്കെ തന്നെ സർക്കാരിനെ അറിയിക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ സർക്കാർ അതിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ ഇനി ഈ തീരുമാനത്തിൽ പുനരാലോചന നടത്താൻ മുസ്ലിം ലീഗ് ആലോചിക്കുന്നത്. അങ്ങനെയല്ല എങ്കിൽ സർക്കാരിൻ്റെ ഈ ടൗൺഷിപ്പിൻ്റെ ഭാഗമായിട്ടല്ലാതെ തന്നെ പുതിയ അഥവാ മുസ്ലിം ലീഗ് മാത്രം 100 വീടുകൾ നിർമ്മിക്കാനാണ് ഇപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. 36 കോടി രൂപയോളം മുസ്ലിം ലീഗ് സമാഹരിക്കുകയും ചെയ്തിരുന്നു. അതിൽ 1.5 കോടി രൂപ ആദ്യഘട്ടത്തിൽ അവിടെയുള്ള ദുരിതബാധിതർക്ക് സാമ്പത്തിക സഹായമായി നൽകി. ബാക്കി തുക ഉപയോഗിച്ചുകൊണ്ട് 100 വീടുകൾ നിർമ്മിക്കാം എന്നതാണ് മുസ്ലിം ലീഗിൻ്റെ പദ്ധതി. അപ്പോൾ ഈ 2 ടൗൺഷിപ്പും കൂടാതെ തന്നെ ഒരു നിർമ്മാണ പദ്ധതിയിലേക്ക് ലീഗിന് പോകേണ്ടി വരും. അത് മാത്രമല്ല അരുൺ, നിലവിൽ തന്നെ ഈ സർക്കാരിൻ്റെ ഈ പദ്ധതിയുമായി അതൃപ്തിയുള്ള പല വിഭാഗങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് വീടുകൾ വാഗ്ദാനം നൽകിയവർ, അവരെ കൂടെ കൂട്ടാനുള്ള ഒരു പദ്ധതി മുസ്ലിം ലീഗ് ആലോചിക്കുന്നുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസ് അടക്കം കർണാടക സർക്കാർ അടക്കം രാഹുൽ ഗാന്ധിയുടെ പദ്ധതി അടക്കം പല ആളുകളും ഇത്തരത്തിൽ വീട് വാഗ്ദാനം ചെയ്യുകയും പിന്നീട് ഈ സർക്കാർ നിലവിൽ നിശ്ചയിച്ചിരിക്കുന്ന നിരക്കുമായി കാലാവധിയുമായി പദ്ധതിയുമായി അതൃപ്തിയുള്ള ആളുകളാണ്. അവരൊക്കെ കൂടെ കൂട്ടിക്കൊണ്ടുള്ള മറ്റൊരു പുനരധിവാസ പാക്കേജ് വരെ നടപ്പിലാക്കാനുള്ള ഒരു ആലോചനയും ലീഗിൻ്റെ മുന്നിലുണ്ട്. അത് ഈ സർക്കാരുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം ഇല്ലെങ്കിൽ നിലവിലെ അതൃപ്തി അറിയിച്ച് അതിൽ സർക്കാരിൻ്റെ പുനർതീരുമാനം ഉണ്ടാകുമോ എന്നുള്ളത് പരിശോധിച്ചു കൂടിയായിരിക്കും അത്തരമൊരു പാക്കേജിലേക്ക് തന്നെ ലീഗ് നേതൃത്വം പോകുക. എന്തായാലും നിലവിലെ ഘട്ടത്തിൽ കൃത്യമായി സർക്കാരിൻ്റെ ഒപ്പമല്ല മുസ്ലിം ലീഗ് എന്നുള്ളതാണ് ഇന്നലെ ലീഗ് ഭാരവാഹി യോഗത്തിലെടുത്തിരിക്കുന്ന തീരുമാനം. അതിൽ വലിയ തോതിൽ പ്രതിഷേധം ഉയരുകയും ചെയ്തു.
പല നേതാക്കളും സർക്കാർ ഈ പദ്ധതിക്കെതിരെ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഊരാളുങ്കലിന് ഈ കരാർ നൽകിയതിലടക്കം സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. അത്തരമൊരു കരാർ നൽകിയതിൽ പോലും അഴിമതിക്കടക്കം സാധ്യത ഉണ്ട് എന്നുള്ള അഭിപ്രായങ്ങളും ഇന്നലത്തെ ലീഗ് യോഗത്തിൽ ഉയരുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാന സർക്കാരിനെ കൂട്ടാതെ തന്നെയുള്ള ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് പോകാൻ ലീഗ് തീരുമാനിച്ചത്. ഇന്നലെ ഔദ്യോഗികമായി മുസ്ലിം ലീഗ് ഒരു പത്രക്കുറിപ്പ് ഈ സംസ്ഥാന ഭാരവാഹി യോഗത്തിന് പുറത്തിറക്കിയിരുന്നു. അതിൽ തനിച്ചു മുന്നോട്ട് പോകുന്നു എന്നുള്ള പദ്ധതി നിലപാട് പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും ത്വരിതപ്പെടുത്താനും ഭവന നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാനും തീരുമാനിച്ചിരിക്കുന്നുവെന്നും അതിനോടൊപ്പം തന്നെ നിലവിലുള്ള കാര്യങ്ങൾ സർക്കാരിനെ അറിയിക്കാൻ തീരുമാനിച്ചുവെന്നും ഈ പത്രക്കുറിപ്പിൽ തന്നെ പരസ്യമായി ലീഗ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. താങ്ക് യു. അഷ്കർ അലി കരിമ്പയാണ് വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്.